അതിർത്തിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീർ, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുള്ള മലയാളികളായ വിദ്യാർത്ഥികൾ, മറ്റ് തൊഴിൽ നോക്കുന്നവർ എന്നിവരെ നാട്ടിലെത്തിക്കുന്നതിനായി അടിയന്തരമായി സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്ത് നൽകിയതായി കൊടിക്കുന്നിൽ സുരേഷ് എം പി അറിയിച്ചു. നിലവിൽ കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിനുകളിൽ എമർജൻസി കോട്ടയും മന്ത്രിയുടെ സ്പെഷ്യൽ കോട്ടയും ലഭ്യമാക്കുന്നതിനായി റെയിൽവേ മന്ത്രാലയവുമായി താൻ നിരന്തരം ബന്ധപ്പെട്ട് വരികയാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി വ്യക്തമാക്കി. അതിർത്തിയിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ജമ്മുകാശ്മീർ, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുള്ള മലയാളികളായ വിദ്യാർത്ഥികൾ, മറ്റു തൊഴിൽ നോക്കുന്നവർ എന്നിവരെ നാട്ടിലെത്തിക്കുന്നതിനായി അടിയന്തരമായി സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്ത് നൽകിയതായി കൊടിക്കുന്നിൽ സുരേഷ് എം പി അറിയിച്ചു. നിലവിൽ തന്റെ ഡൽഹിയിലെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സഹായ കേന്ദ്രത്തിൽ ട്രെയിൻ യാത്രാ സൗകര്യം ഒരുക്കുന്നതിനായി സഹായം ആവശ്യപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ടതായും എം പി പറഞ്ഞു. പരമാവധി ആളുകളെ നാട്ടിലെത്തിക്കുന്നതിനായി നിലവിൽ കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിനുകളിൽ എമർജൻസി ക്വാട്ടയും മന്ത്രിയുടെ സ്പെഷ്യൽ ക്വാട്ടയും ലഭ്യമാക്കുന്നതിനായി റെയിൽവേ മന്ത്രാലയവുമായി താൻ നിരന്തരം ബന്ധപ്പെട്ടു വരികയാണെന്നും എം പി അറിയിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് ഡൽഹിയിലെ കേരള ഹൗസിൽ താമസത്തിനും ഭക്ഷണത്തിനും അടക്കമുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതായി എം പി പറഞ്ഞു. CDNet ന്യൂസ്, മാവേലിക്കര.